അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കാർ പോർച്ചിലെ ടാങ്കിൽ കിടക്കുന്ന ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമിയുടെ വാട്ടർ ചേഞ്ച് ആണ്. ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ മീനുകളെ ആൽഗൈ വാട്ടറിൽ വളർത്തുന്നതും പ്ലെയിൻ വാട്ടറിൽ വളർത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതായത് അവരുടെ കളറിലൊക്കെ ഉള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ജെയിൻറ്റ് ഗൗരാമികളെല്ലാം ആൽഗൈ വാട്ടറിലാണ് വളർത്തുന്നത്. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട്, എന്താ പറയുക, ഡാർക്ക് ബ്ലാക്ക് അതുപോലെ സിൽവർ കളറൊക്കെ നല്ല ഷൈനിങ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കിടക്കുന്ന ജെയിൻറ്റ് ഗൗരാമിക്ക് അങ്ങനെയല്ല. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽഗെ വാട്ടറിൽ വളർത്തുമ്പോൾ അവരെ കളറും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രിസർവ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഫിൽട്രേഷൻ ആൽഗയുള്ള വാട്ടറുകളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിലുള്ള ടോക്സിസിറ്റി വളരെ കുറയും. അതായത് അമോണിയ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആൽഗെ വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇവരുടെ സ്കിന്നിന് അധികം പ്രശ്നം വരില്ല. അതേസമയം ഇത്തരത്തിലുള്ള ടാങ്കുകളിലാണ് എന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കളർ കാര്യങ്ങളെല്ലാം ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ടാങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു ടാങ്കിൻ്റെ ലെവൽ ഒരു അധികം ഹൈറ്റിലല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ സൈഫൺ ഉപയോഗിച്ച് വെള്ളം വലിച്ച് കളയുമ്പോൾ സ്ലോവിലാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ തുടക്കത്തിൽ നമ്മൾ പമ്പ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. കാരണം ചെറിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം സബ്മേഴ്സിബിൾ പമ്പിൻ്റെ കേബിളിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ട് നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ഇവിടെയൊക്കെ ഈ ഒരു തിണ്ടുമ്പിലൊക്കെ നമുക്ക് വെക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഇതിലേക്ക് വെള്ളത്തിലേക്കൊക്കെ എക്സ്റ്റൻഷൻ ബോർഡ് വീണ് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ സൈഫൺ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ജെയിൻറ്റ് ഗൗരാമിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് എന്താ പറയുക, വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആവാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോക്കസ്ഡ് ആകുമ്പോൾ ഇതിലെ വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആവാറുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം മോശമായിട്ടുണ്ട് ശരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളം ക്ലിയർ ആണ്, പക്ഷേ താഴെ നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടൊന്നും ഒന്ന് കൈയിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ മൊത്തം ചെളിവെള്ളം പോലെയാവും. ഇത് കൈയിടുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ കടിക്കാറുണ്ട്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും കടിക്കുന്നുണ്ട്. വേദനയൊന്നും എടുക്കുന്നില്ല, എങ്കിലും നല്ല ഹാർഡായിട്ട് തന്നെയാണ് കടിക്കുന്നത്. നമ്മുടെ സ്നേക്ക് ഹെഡ് പോലുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ മുറിയാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ജെയിൻറ്റ് ഗൗരാമി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് കയ്യിൽ വേദനയൊന്നും എടുക്കുന്നില്ല. കടിക്കുമ്പോൾ ചെറുതായിട്ട് പ്രഷർ വരുന്നുണ്ട്, പക്ഷേ പല്ലിൻ്റെ ആ ഒരു വേദനയൊന്നും കടിക്കുമ്പോൾ വരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ മുമ്പുള്ള ടാങ്കുകളിലൊക്കെ ചെയ്ത പോലെ ഇതിനെ പുറത്തേക്ക് എടുക്കാതെ ചെയ്യാമെന്നാണ്. പക്ഷേ ഈ ഒരു ടാങ്ക് ആ ടബ്ബുകൾ അല്ലെങ്കിൽ ബക്കറ്റുകൾ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് പോലെയല്ല. അതിനകത്ത് ആൽഗെ ഉള്ളതുകൊണ്ട് തന്നെ ഈ അഴുക്കൊക്കെ നമുക്ക് ജസ്റ്റ് സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയാം. ഒന്നും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ആൽഗെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചെളി അല്ലെങ്കിൽ ഈ ഒരു അഴുക്ക് ഈ ഒരു ടാർപോളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് പോവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ച് കളഞ്ഞതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. മീൻ ഇതിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പിടിച്ച് മാറ്റാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാം. നമ്മൾ 360 ഡിഗ്രി നമ്മൾ ആ ഒരു കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നർ. അപ്പോൾ അതിലിടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കിന്നിൻ്റെ കളർ, അതായത് മുമ്പ് നമ്മൾ കാണിച്ച ആൽഗെ വാട്ടറിലേക്ക് എടുക്കുന്ന ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമിയുടെ കളറുകളും അവരുടെ കളറും ഇതിൻ്റെ കളറും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ആ ഒരു കണ്ടെയ്നറിലേക്ക് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും, ഈ ഒരു കണ്ടെയ്നർ നേരെ ടാങ്കിലേക്ക് മുക്കി ഇതിനെ അതിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് കയറാറുണ്ട്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഈ ഒരു കണ്ടെയ്നർ ഇറക്കിയ സമയത്ത് അടിയിലുള്ള കംപ്ലീറ്റ് അഴുക്ക് മുകളിലേക്ക് പൊങ്ങി ശരിക്കും ചെളിവെള്ളം പോലെ ആവുകയാണ് ചെയ്തത്. കലങ്ങിയ വെള്ളമായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു കണ്ടെയ്നർ ടാപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച് അതിലേക്ക് വെള്ളം ഈ കലങ്ങിയ വെള്ളം ഫുള്ള് നമ്മൾ പകുതി ഒഴിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. പുതിയ വെള്ളം ഞാൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തതും ഇത് അതിലേക്ക് കാഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ കണ്ടില്ല, ആ സൈഡിൽ അതിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കലങ്ങിയിട്ടുണ്ട്. ശരിക്കും ഞാൻ പിടിച്ചിരുന്ന ഫ്രഷ് വെള്ളമായിരുന്നു, പക്ഷേ ഇത് വേസ്റ്റ് ഇട്ടതുകൊണ്ട് കണ്ടില്ല, ആ സൈഡിൽ ആ വേസ്റ്റ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഇപ്പോൾ കലക്കം വന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മുമ്പ് കാണിച്ച ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമികളുടെ ആ ഒരു ബ്ലാക്ക് കളറിന് ചെറുതായിട്ടൊരു എന്താ പറയുക, അതുപോലെയല്ല ഇതിൻ്റെ കളർ. അതായത് കണ്ടില്ലേ, ഒരു ഗ്രേ കളർ വന്നിട്ടുണ്ട്. ഗ്രേ സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രേ കളർ. ബ്ലാക്ക് അല്ല, ആ ബ്ലാക്ക് ഇങ്ങനെ ഫെയ്ഡ് ആയതുപോലെ. അത് എനിക്ക് തോന്നുന്നത് വെള്ളത്തിൻ്റെ ആ ഒരു ടോക്സിസിറ്റി തന്നെയാണ്. അതായത് ഇതിനകത്ത് നാച്ചുറൽ ഫിൽട്രേഷനൊന്നും ആൽഗെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റ്സ് ഇതിൻ്റെയൊക്കെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നിനെ അത് ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും. ഇത്തരത്തിലുള്ള അമോണിയ തരത്തിലുള്ള സംഭവങ്ങൾ കൂടിക്കഴിഞ്ഞ് സ്പൈക്ക് ആയി കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കളറിനെയൊക്കെ ബാധിക്കും, ചെതുമ്പലിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിൽ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് ഈ ഒരു ടാങ്കിൽ. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് മറ്റുള്ള ജെയിൻറ്റ് ഗൗരാമികളുടെ കളറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഫെയ്ഡായിട്ടിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോയിൽ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. അതുപോലെ തന്നെ അസോള കൊടുക്കാറുണ്ട്. സാൽവീനി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സാൽവീനിയും കൊടുക്കാറുണ്ട്. അപ്പോൾ സാൽവീനി അസോളയാണ് നമ്മൾ കൂടുതലും വെജിറ്റേറിയൻ ഫുഡായിട്ട് കൊടുക്കുന്നത്. പിന്നെ പെല്ലറ്റും ഫീഡ് ചെയ്യാറുണ്ട്. അതാണ് മെയിൻ ഡയറ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഞാൻ മണ്ണിരകൾ ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു മഴക്കാലത്ത്. നല്ല രീതിയിൽ കഴിക്കും. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മണ്ണിരകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മണ്ണിരകളെ ഫീഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഈ 3 സംഭവങ്ങൾ നമ്മൾ മാറി മാറി ഫീഡ് ചെയ്യാറുണ്ട്. മണ്ണിരകളെ കൊടുക്കും, പെല്ലറ്റ് കൊടുക്കും, പിന്നെ ഈ പറഞ്ഞ വെജിറ്റേറിയൻ ഫുഡായിട്ടുള്ള നമ്മുടെ അസോളയും സാൽവീനിയും കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്കെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റഫായിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു 10 ഇഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ 11 ഇഞ്ചിന് താഴെ വരുന്നുണ്ട്. അതായത് 10നും 11നും ഇടയ്ക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കിടന്നിരുന്ന ആ ഒരു ജൈൻറ്റ് ഗൗരാമി, ഇവർ രണ്ടുപേരും നമ്മൾ ബക്കറ്റിൽ വളർത്തിയിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം സെയിം സൈസായിരുന്നു. അതിന് ശേഷമാണ് അവർ വലുതായപ്പോഴാണ് നമ്മൾ ഒരെണ്ണത്തിനെ ഈ ഒരു കാർപോർച്ചിലെ ടാങ്കിലേക്ക് മാറ്റിയത്, മറ്റേതിനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയത്. ഫ്രിഡ്ജ് ബോക്സിൽ കിടന്ന ആ ഒരു ജൈൻറ്റ് ഗൗരാമി കുറച്ചധികം സൈസ് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അത്ര ഗ്രോത്ത് ഇതിന് വന്നിട്ടില്ല. അത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഇതുപോലെ അളവെടുത്തു, മറ്റേതിൻ്റെ നമ്മൾ ഇതേപോലെ സ്കെയിൽ കൊണ്ടുവന്ന് അളവെടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ഊഹമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് 10-11 ഇഞ്ചെന്നാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 10-11 ഇഞ്ചല്ല, എനിക്ക് തോന്നുന്നു അത് 12 ഇഞ്ചിന് തൊട്ട് താഴെയായിട്ടുണ്ട്. അതായത് 11നും 12നും ഇടയ്ക്കായിട്ടുണ്ട്. കാരണം അത് ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമിയാണ്. പിന്നെ ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ എയറേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ വാട്ടർ ചേഞ്ച് ആണ് കൊടുക്കുന്നത്. വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് സോൾട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഗ്രോത്ത് ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ജൈൻറ്റ് ഗൗരാമികൾക്ക് പൊതുവേ സ്ലോ ഗ്രോത്ത് ആണ്. എങ്കിലും ആ ഒരു നോർമൽ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസിൽ, വലിയ സ്പേസിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം അവരുടേതായിട്ടുള്ള ആ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടും. ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് തീരെ ചെറിയ ടാങ്ക് ഒന്നുമല്ല. ഇതിൻ്റെ സൈസ് വെച്ച് ഈ ഒരു ടാങ്ക് കുഴപ്പമില്ലാത്തൊരു ടാങ്കാണ്. അതായത് സൈസ് അത്യാവശ്യം ഇതിനെ കിടന്ന് നടക്കാനുള്ള സ്പേസ് ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഇതിനെ ഡെയിലി ഫീഡ് ചെയ്യാറില്ല. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ടാങ്കിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. കാരണം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വെള്ളം ടോക്സിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോഴും ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഹോബീസ്റ്റ് ആയതുകൊണ്ട് ഗ്രോത്ത് അങ്ങനെ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നില്ല. സെയിലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതേ ആ കണ്ടെയ്നറോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട് പുറത്തേക്ക്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ സ്ട്രെസ്സൊന്നും ഇതിനെ അടുപ്പിക്കാതെ. ആൾ വളരെ കൂളായിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിൽ നമ്മളോട് സഹകരിച്ചത്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്തും റെക്കോർഡ് ചെയ്യാൻ നേരത്തൊക്കെ ആൾ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. സാധാരണ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇതിന് കൃത്യമായിട്ട് അറിയാതെ ഞാൻ തന്നെയാണ് എന്നുള്ളത്. കാരണം ഈ ഒരു കണ്ടെയ്നറിൽ അത് കിടക്കുന്ന സമയത്ത് ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു പൂച്ച തന്നെയാണ്. അപ്പോൾ അത് വന്ന സമയത്ത് അത് പെട്ടെന്ന് വെള്ളമൊന്ന് ഇളക്കി ആ ലിഡൊന്ന് തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളൊന്നും വരുമ്പോൾ അങ്ങനെ ബിഹേവിയർ കാണിക്കാറില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് അറിയാൻ ശരിക്കും ആരൊക്കെയാണ് അടുത്ത് വരുന്നത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അത് ജൈൻറ്റ് ഗൗരാമികൾ മാത്രമല്ല, ഓസ്കാറുകൾക്കും ആൾക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്. അതുപോലെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളപ്പോൾ അതിനകത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത്തരം മീനുകൾക്ക് അതിൻ്റെ ഓണേഴ്സിനെ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നമ്മളതിനെ ഇതിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം അത് ആ ഷെയ്ഡിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. കാരണം ജസ്റ്റ് നമ്മളെന്തായാലും വീഡിയോ ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫീമെയിൽ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ നെറ്റിയിൽ ഹമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് ഫോം ചെയ്ത് വരുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ഇടുന്നതിന് മുമ്പ് സോൾട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ കാണാം, അത് സോൾട്ടാണ്. നമ്മൾ ഏകദേശം ഒരു 4 പിടി സോൾട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ജൈൻറ്റ് ഗൗരാമിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.